സംസ്ഥാനങ്ങളെ തുല്യതയോടെ പരിഗണിക്കുന്ന ഒരു പുലരിക്കായുള്ള പോരാട്ടമെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നത്തെ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. അഡ്വക്കേറ്റ് കെ സരൺകുമാർ നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞ കണക്കിനും ഒപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനത്തിനുമുള്ള മറുപടി. ഈ സമരം കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കുകയാണോ സർക്കാർ? ഇപ്പോ ഒരാഴ്ചയായിട്ട് BJPയുടെ പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്ന് പച്ചയായ നുണ പ്രചരിപ്പിക്കുകയാണ്. സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കള്ളക്കണക്കുകൾ പറയുന്നത്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് കേന്ദ്രത്തിന്റെ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് GDPയുടെ 16.7% അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റാണ്. 66.7%. അതായത് പൊതുകടം GDPയുടെ 66.7% കേന്ദ്രത്തിന്റെ കടം. സംസ്ഥാനത്തിന്റെ കടം GDPയുടെ 37% മാത്രമാണ്. ഈ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും ആവറേജ് പൊതുകടം GDPയുടെ 55.8%. അതായത് മറ്റ് സംസ്ഥാനങ്ങളുടെ ആവറേജ് കടത്തേക്കാൾ 21.8% കുറവാണ് ഈ കേരളത്തിന്റെ കടം. എന്നിട്ടാണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ മോശം എന്ന് പറയുന്നത്. കേരളത്തിന്റെ മൊത്തം കടം 3 ലക്ഷം കോടിയാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ BJP ഭരിക്കുന്ന ഗുജറാത്തിന്റെ മൊത്തം കടം 10 ലക്ഷം കോടിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ അത് 9 ലക്ഷം കോടിയാണ്. രാജസ്ഥാനിൽ അത് 6 ലക്ഷം കോടിയാണ്. അതുകൊണ്ട് കണക്കുകൾ പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കണക്ക് പറയണം, അല്ലെങ്കിൽ പറയാനിരിക്കരുത്. ഇന്നലെ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ആകെ 15 സ്റ്റാഫേ ഉള്ളൂ എന്ന്. അപ്പോൾ തന്നെ 301 സ്റ്റാഫ് ഉണ്ടെന്നുള്ള റൈറ്റ് ഇൻഫർമേഷൻ ഞാൻ തന്നത് കൊണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ കോൺഗ്രസ് ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന അദ്ദേഹം ഇവിടെ ഈ സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്തെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടു. ശ്രീ ഭഗവത് സിംഗ് മാനിന് മനസ്സിലാക്കിയ കാര്യം കേരളത്തോടുള്ള സ്നേഹം VD സതീശന് ഇല്ലാതെ പോയി. അതുപോലെ അരവിന്ദ് കെജ്രിവാളിന് കേരളം ഉന്നയിച്ച വിഷയത്തോടുള്ള ബഹുമാനവും സ്നേഹവും, ഈ കേരളത്തോടുള്ള ബഹുമാനം, അത് ശ്രീ VD സതീശന് ഇല്ലാതെ പോയി. ഒമർ അബ്ദുള്ളയ്ക്കും കപിൽ സിബലിനും മനസ്സിലായ കാര്യം പോലും ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാതെ പോയി. നിങ്ങൾ കർണാടകത്തിലെ സമരത്തെ ഉയർത്തി കാണിക്കുമ്പോൾ ഞാൻ ചോദിച്ചല്ലോ, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ എല്ലാ മന്ത്രിമാർക്കും 3 കോടി രൂപയുടെ പുതിയ ഫോറിൻ കാർ വാങ്ങിച്ച കർണാടകം 6 മാസം കൊണ്ട് ചെയ്യുന്നതെല്ലാം നല്ല ധനകാര്യ മാനേജ്മെന്റ്. ഈ കേരളത്തിൽ നടക്കുന്നതെല്ലാം വലിയ പ്രശ്നം എന്ന രൂപത്തിലാണ്. കേരളത്തിന്റെ പ്രശ്നം വരുമ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്ക്, നിങ്ങൾക്കുള്ള എതിരഭിപ്രായം രേഖപ്പെടുത്താം. ഏറ്റവും ആദ്യം മുഖ്യമന്ത്രി വിളിച്ചത് പ്രതിപക്ഷ നേതാവിനെയല്ലേ? ഏറ്റവും ആദ്യം മുഖ്യമന്ത്രി വിളിച്ചത് പ്രതിപക്ഷ ഉപനേതാവിനെയല്ലേ? ഒരുമിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം. അല്ലല്ല, പ്രതിപക്ഷത്തെ വിളിച്ചു, പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ചു, MP-മാരുടെ യോഗം 2 തവണ വിളിച്ചു. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണം, പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം. അപ്പോ ചാലക്കുടി MP ബെന്നി ബെഹനാൻ പറഞ്ഞത് ഇത് സിമ്പിൾ അല്ലേ, ഇതൊക്കെ ഡൽഹി പോയി ഞങ്ങൾ ഉന്നയിക്കണതിന് എന്താ ബുദ്ധിമുട്ട്, അതിന് പ്രത്യേക യോഗം വേണമെന്നാ. പക്ഷെ ഡൽഹിയിൽ നിവേദനം കൊടുക്കാനേ എളമരം കരീം സഖാവ് മാത്രമേ ഉണ്ടായുള്ളൂ. ഒറ്റ കോൺഗ്രസ് MP-മാർ ഫോൺ എടുത്തില്ല. നമുക്കറിയാം 2 തവണ. അതുകൊണ്ട് കേരളത്തിന്റെ വിഷയം വരുമ്പോൾ ഇവർ വിമുഖത കാണിക്കുകയാണ്. സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. Debate with Arun Kumar.